വന്ദേമാതരം പൂർണ്ണമായി പാടും, ഈ മണ്ണിൽ തന്നെ മരിക്കും. വന്ദേമാതരം മുസ്ലിങ്ങൾക്ക് എതിരല്ല. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി. മുഹമ്മദ് അലി ജിന്നയുടെ ഇന്ത്യ വിഭജനത്തിന് ശേഷം വന്ദേമാതരം പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ ജീവിക്കുന്ന താൻ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ ദേശീയ മുസ്ലിങ്ങളാണ്. ഞങ്ങൾ ഈ ഗാനം പൂർണ്ണമായി പാടുമെന്നും പാടിക്കൊണ്ട് പെറ്റുവീണ മണ്ണിൽ മരിച്ചു വീഴുമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വന്ദേമാതര സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് വന്ദേമാതരം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് എതിരാണെന്നാണ്. ഇന്ത്യയുടെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ അടിത്തറയായിരുന്നു ജിന്നയുടെ വന്ദേമാതരത്തെ പിളർത്തുന്ന സമീപനം. ഇതേ സമീപനം ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നു. നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനെ വെല്ലുവിളിക്കുന്നവർക്ക് ജനാധിപത്യ രാജ്യത്ത് തുടരാനാകില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് കോൺഗ്രസുകാർ പറഞ്ഞു നടക്കുന്നതെന്നും, എന്നാൽ ജിന്നയുടെ രാഷ്ട്രീയ വികാരം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശക്തി ഇന്ന് ലീഗിനുള്ളിലുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. വന്ദേമാതര സദസ്സിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അബ്ദുള്ളക്കുട്ടി വിമർശനം തുടർന്നു. സോണിയാഗാന്ധി വന്ദേമാതരത്തോട് മാത്രമല്ല ഭാരത ഭൂമിയോടും 140 കോടി ജനങ്ങളോടും വലിയ നന്ദികേടാണ് കാണിച്ചത്. അവർ ഒരു വിദേശിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബാംഗം അവരെ പ്രണയിച്ചു. അവരെ ഈ ഭാരതം കാമുകിയായി കണ്ടു, ഭാര്യയായി കണ്ടു, അമ്മയായി കണ്ടു, സഹോദരിയായി കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അവരെ നേതാവായി കണ്ടെന്നും, എന്നാൽ ഭാരതത്തെ അവർ അപമാനിച്ചെന്നും അബ്ദുള്ളക്കുട്ടി വിമർശിച്ചു. വന്ദേമാതരം മുസ്ലിങ്ങൾക്ക് എതിരാണെന്ന് പറയുന്നത് അസംബന്ധമാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ അബ്ദുൽ കലാം ആസാദ് പാടി നടന്ന പാട്ടാണിത്. ദേശസ്നേഹം ഈമാന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഈമാൻ കാര്യത്തിൽ 6 എണ്ണത്തിൽ ഒന്ന് എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കണമെന്നാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ദുർഗയും ലക്ഷ്മിയുമെല്ലാം പ്രവാചക ഗുരു പരമ്പരയിൽപ്പെട്ടവരാണ്. എന്നാൽ വന്ദേമാതരം മുസ്ലിങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിനെതിരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കണ്ട യുവരാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസ് എന്നും അബ്ദുള്ളക്കുട്ടി വിമർശിച്ചു. തലയിൽ പൊങ്ങാത്ത പൊതുമരാമത്തും ടൂറിസം വകുപ്പും മരുമകന് പിണറായി വിജയൻ നൽകിയത് കക്കാനാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.